വിത്തോട്ടെന്ന് പറഞ്ഞേക്കാം അതെനിക്കിട്ടാ. സമയം 10 മണി കഴിഞ്ഞു. അവൾ ഇവിടെ തന്നെയാണോ വരാന്ന് പറഞ്ഞത്? അയ്യേ, ഈ വിത്തോട്ടെന്ന് പറഞ്ഞിട്ട് ഒരു തരി മധുരമില്ല. ഇവിടെയൊക്കെ മധുരമില്ലാത്ത തന്നെയാണ് വിത്തോട്ട് എന്ന് പറയുന്നത്. അതെനിക്കറിയില്ല കേട്ടോ. മറ്റേ കൂറ സാധനം ഇന്ന് വേറെ ആരുടെ കൂടെയാണല്ലോ. ഇവനൊക്കെ പോയി ചത്തുടാ. ഏത് മരപ്പെട്ടിയാണ് അവളെ കെട്ടാൻ പോണത്, അവന്റെ ഒരു വിധി. എന്തിനാ വെറുതെ ആ കുട്ടിയെ പറ്റി അവാദമൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ഒന്നും അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കാനുള്ള മനസ്സാ കുട്ടിക്ക് ദൈവം കൊടുത്തില്ലേ? അതൊക്കെ ഒരു ഭാഗ്യളിയാ. എനിക്ക് കിട്ടിയത് ഞാൻ പൊളിച്ചാന്. ദേളിയാ, ഇതാ അവളല്ലേ, നോക്കിയേ ശിവണ. മറ്റവളുടെ കൂടെ നമ്മളെ കണ്ടാണ്ടല്ലോ. എന്നെ കണ്ടാ തോന്നുന്നു പട്ടാ പകല് പോലും നിന്റെ ഒരു മനുഷ്യൻ മനസ്സിലാവില്ല. പിന്നെ നീ എന്തിനാ പതുങ്ങുന്നത്? മലയാളത്തിൽ പറ. ഹലോ, അല്ല നിങ്ങൾ ആരും ഇപ്പൊ ക്ഷേത്രത്തിൽ കാണാറില്ല? അത് ഇവന്റെ അമ്മൂമ്മ മരിച്ചിട്ട് പെല വന്നായിരുന്നേ, അതാ. വന്നിട്ടൊരു വാക്കിനോട് പറഞ്ഞില്ലടാ, എന്റെ ടീമിലാണ് അർജന്റീന. അല്ല, എന്താ ഇവിടെ? ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നാ. ഗേൾ ഫ്രണ്ട് ആണോ? പയ്യനാണത്. എനിവേസ്, ഇത്രയും കാലം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ഷിബു, പ്രശസ്ത വീഡിയോഗ്രാഫറാണ്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പോകുന്നു. അതല്ല, ഇതെന്റെ അസിസ്റ്റന്റ് ലൈറ്റ് ബോയ് ആണ്, പേര് ബാലു. പിന്നെ ഇതെന്റെ ഏറ്റവും അവസാനത്തെ ലൈറ്റ് ബോയ് ആണ്. വെറും ലൈറ്റ് ബോയ് അല്ല, പിന്നെ പ്രശസ്തനായ ലൈറ്റ് ബോയ്. ഞാൻ ഇല്ലാത്തപ്പോ വീഡിയോ ഒക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാൻ അല്ലാണ്ട് പിന്നെ ഇവൻ വർക്കിന് പോവാറുണ്ടല്ലോ അല്ലേ? അതെ. ഓ അതാണ്. പിന്നെ ഇവൻ ഞാൻ പറഞ്ഞു, മൈ നെയിം ഈസ് ബിജു ലൂക്കോസ്. ഞാനൊരു പാവം അച്ഛനാണ്. പക്ഷെ എല്ലാവരും കേട്ടിട്ടില്ല കേട്ടോ, അങ്ങനത്തെ ഒരു അച്ഛനാണ്. ഞാനൊരു ലോഡ്ജൊക്കെ നടത്തുന്നു. അതിനകത്ത് ഇവരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. വാടക ഒന്നും കറക്റ്റായിട്ട് തരാറില്ല. ഞാനതൊന്നും ചോദിക്കാറില്ല. പൂർ ബോയ്സ് ആയതുകൊണ്ട് ഞാനത് ചോദിക്കാറില്ല, അവരൊക്കെ തരാറുമില്ല. ബൈ ദ ബൈ, കുട്ടിയുടെ പേര് പറഞ്ഞില്ല കേട്ടോ. എടി, എനിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി. വണ്ടിക്ക് കൂലിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി. കാര്യം കഴിഞ്ഞിട്ട് കാശ് തിരിച്ചു വയ്ക്കുന്ന പരിപാടി എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. എല്ലാം പിടിച്ച് വാങ്ങിച്ചിട്ട് പിടി. എന്തൊക്കെയായിരുന്നു? ദേവിയാണ്, ദേവതയാണ്, കെട്ടിയില്ലെങ്കിൽ ചാവും, എന്നിട്ട് രണ്ടും കൂടി തമ്മിലടി. ഒരാള് കൊച്ചിന് പേരിടണം, ഷിബു. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, അവള് ദേവിയാ, സിന്ധു ദേവി. ശവത്തെ കുത്തലാടാ. വെറുതെ അല്ല പണ്ടുള്ളവര് പറയണത്, അഴകുള്ള ചക്കയില് ചൊളയൊന്നും കാണൂലെന്ന്. അവളാ. ഹലോ. ശരി. ശരി ശരി ശരി. എന്താണ്? നാളെ വരൂന്ന്. ഞാനതല്ല ചിന്തിക്കുന്നത്. വർഗീസന്റെ കണ്ണു വെട്ടിച്ച് അവൾ എങ്ങനെ അകത്ത് കയറ്റുന്നില്ല. എനിക്കൊരു ഐഡിയ. നമുക്കവിടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഓടി വിളിച്ചിറക്കിയാലോ? ഒന്ന് ഊതിയ പറക്കുന്ന ലോഡ്ജാ, അവിടെ അവൻ ഹെലികോപ്റ്റർ ഇറക്കാൻ പോണത്. അവൻ പറഞ്ഞ ബെസ്റ്റ് പോയിന്റ്. ഇല്ലവൻ കേവി പ്രശ്നം. പിന്നെ ഹെലികോപ്റ്റർ ഒന്ന് എങ്ങനെയല്ല ഇളപ്പറയും. എന്നെ ഇതോട് കുത്തി അങ്ങ് കൊല്ല്. ശിവണ്ണ, ഫുഡ് റിസ്ക് ഞാനായിട്ടിരുന്നേ. പഞ്ചാബി തന്നെ, പരിപ്പിളൊക്കെ വന്ന പഞ്ചാബി. माफ कीजिए साहब, माफ कीजिए, माफ कीजिए साहब. കണക്കൊക്കെ पैसे കൊടുക്കും. കർത്താവേ, ഇതാരെ പഞ്ചാബി.
എന്റെ ലോഡ്ജ് പഞ്ചാബിയോ? ഇത് നമ്മുടെ സ്വന്തം സ്ഥലം, ധൈര്യമായിട്ട് കയറിക്കോ. ഹലോ, ഇവിടെ 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 എന്താ? ഒരു റൂം വേണം. ആർക്ക്? എന്റെ ഫ്രണ്ട് ബംഗാളിക്കല്ല, പഞ്ചാബിക്ക്. നിന്റെ ഫ്രണ്ടോ? എന്റെ ഫ്രണ്ട്. നീ ഇത്രക്ക് വലിയവനാ? അല്ലെങ്കിൽ മുറ്റത്തെ മുള്ളിക്ക് മണമില്ലല്ലോ. എന്റെ ലോഡ്ജിൽ ആദ്യമായിട്ട് ഒരു പഞ്ചാബി വരുന്നത്. അല്ല, നിനക്ക് ഇയാളോട്ട് എങ്ങനെ ബന്ധം? അതേ പണ്ട് പഞ്ചാബി പോയപ്പോഴുള്ള ബന്ധാ. ഈ പഞ്ചാബിനും പിന്നെ പോയിട്ടുണ്ട്. ഇയാൾക്ക് മലയാളം അറിയില്ലേ? അറിയാത്തോണ്ടാണല്ലോ മിണ്ടാണ്ടിരിക്കുന്നത്. ആ, അത് ശരിയാ. ഓ, എന്നാ ബോഡിയാ, ഉരുക്ക് പോലെ ഇരിക്കുന്നു. ഈ പഞ്ചാബിൽ എവിടെയാ സ്ഥലം? എന്ന് ഞാൻ അമ്മാനാടി കളിക്കും. താടി ലേശം കൊള്ളാമോടാ. മാറിയിക്കണം. ഞാൻ അതിന്റെ മുതലാളി. ഗസ്റ്റുകളോടൊക്കെ ഇങ്ങനെയാണ് പെരുമാറണം. അതും ഒരു പഞ്ചാബിയോട്. സോറി കേട്ടാ. എടാ മോനെ ബാലു, എന്തോ എനിക്ക് ചെറിയൊരു ആഗ്രഹം. പറയണ്ട. ഈ പഞ്ചാബിയുടെ ബോഡിയിൽ ഒന്ന് തൊടാൻ പറ്റുമോ? അത് പറ്റില്ല. പ്ലീസ്, നീ ഒന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് ഹിന്ദി അറിയാൻ പറ്റണ്ടേ? അല്ല, ഞാൻ ചോദിച്ചേനെ. ആ ചോദിക്കും. ബോഡി ടച്ചോട്ടെ. 500 രൂപ കൂടും. 500 രൂപ കൂടുമെന്നോ? അങ്ങനെയല്ല, പിന്നെ ആട്ടെ ഹിന്ദി പറഞ്ഞ. ചേട്ടാ, സംസാരിച്ചിരിക്കാൻ സമയമില്ല, നല്ല ക്ഷീണമുണ്ട്. ആ റൂം ഒന്ന്. പിന്നെന്താ, തരാലോ. അതിനാണ് പ്രയാസം. എവിടെ ആ പേര് പറ. പഞ്ചാബിയുടെ പേര് പറ. പഞ്ചാബിയുടെ പേര് പറഞ്ഞു. പേര് പറഞ്ഞോ. പഞ്ചാബി എന്തെങ്കിലും പറ. ഇതിന്റെ താമസം മുഹമ്മദ് കുട്ടി. മുഹമ്മദ് കുട്ടിയല്ല, മമ്മൂട്ടി. കയറി പോടാ കാട്ടുപോന്നി. സോറി സാർ, ഇവരെ ഇല്ലാത്തവനാ. ഒന്ന് ഹിന്ദി പറഞ്ഞോടാ. അത് സാറില്ല ചേട്ടാ. ചേട്ടൻ സാറയില്ലേ പോട്ടെ. ആ പഞ്ചാബിയുടെ പേര് പറഞ്ഞു. സിന്ധു. സിന്ധു സിന്ധു അല്ല, സിദ്ധു. സിദ്ധു. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. കളിക്കാരനല്ലേ? ഇയാളും കളിക്കാരനാണോ? എന്ത് കളി? ക്രിക്കറ്റ് കളിക്കാരൻ. സിദ്ധു. എടാ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നിനക്കറിയോ? എന്താ? എന്തെങ്കിലും ഒരിക്കൽ സിദ്ധുവിനെ ഒന്ന് നേരിട്ട് കാണണം, എന്നിട്ടൊരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങണം. സിദ്ധു അതാരാ? അതൊരു വലിയ ക്രിക്കറ്റ് കളിക്കാരനാണ്. അതെങ്ങനെ? ക്രിക്കറ്റ് കളി പോലും അറിയാതെ നിനക്ക് സിദ്ധുവിനെ അറിയാനാ? അണ്ണാ, വർഗീസ് അണ്ണാ, എന്തേ? ഏയ്, ഒന്നുമില്ല. പക്ഷേ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ, വിശ്വാസം വരുന്നില്ലേ? ദൈവ സത്യം, ഇവന്റെ അച്ഛനുള്ള സത്യം, ഇത് സിദ്ധു തന്നെ സത്യം. അതല്ല, സിദ്ധു എന്റെ ലോഡ്ജിൽ വന്നെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ചേട്ടാ, അപ്പൊ റൂമിന്റെ കാര്യം നീ ഇതാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളുള്ള ഏറ്റവും വലിയ മുറി. ഇത് കണ്ട, ഇതാണ് കുളിമുറിയും കക്കൂസും. ചൂടോളം വേണോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം. മറ്റേ 2 കുള്ളന്മാരല്ലേ, അവരെ നമ്പർ ഇത് കേട്ടാ. പിന്നെ ഇതാ ആ ജനൽ തുറന്നിട്ടാ നല്ല കാറ്റ് കിട്ടും. അല്ല, ഞാൻ ബാക്കി പറഞ്ഞു കൊടുക്കട്ടെ. വരാടാ. അയാടാ, ഇതൊന്ന് ഹിന്ദി പറഞ്ഞു കൊടുത്തേ. അതൊക്കെ പറഞ്ഞോളൂ. നീ എന്തിനു തള്ളണ? ഈ എന്തിനാണ് ഒച്ചപ്പാട്ടിലാക്കിയ അയാളുടെ പാട്ടിന് പോകും. അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ എന്റെ നാണക്കേട്. അങ്ങനെയാണല്ലേ? പിന്നല്ലാണ്ട്. എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അത് പിന്നെ അയാളുമായിട്ട് ഒരു സെൽഫി നീ എടുത്തു തരണം. അത്രേ ഉള്ളൂ. അത് ഞാൻ റെഡിയാക്കി തരാം. ചേട്ടനിപ്പിച്ചല്ലേ? ശരിയാക്കി തരുമല്ലോ. ശരിയാക്കി തരാം. ഓ, രാമ 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 രാമ. നിനക്ക് നാണമില്ല? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? നീ ഇതുവരെ റെഡിയായില്ലേ? നിങ്ങളുടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞങ്ങള് വിളിച്ചാന്നേ, അവന് പേടിയായിരുന്നു. പേടിയാണെങ്കിൽ ഞാൻ കൂടെ പൊക്കോട്ടോ. ഞാൻ കട്ടിന്റെ അവിടെ എവിടെയെങ്കിലും ചുരുളോ. അത്രയ്ക്ക് ത്യാഗം നീ ചെയ്യണ്ട. നീ വേറെ റെഡിയാക്കി. എഴുന്നേക്ക്. എടാ, റെഡി ആവാൻ ഒന്ന് വേഗം റെഡി ആയിക്കണം. ആദ്യത്തെ പേടിയുള്ളടാ, പിന്നെ അങ്ങ് മാറിക്കോളുമല്ലോ.
കീർപ്പണം ചേച്ചി അറിവില്ല പൈതലാണ് സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണു കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവനെ നല്ല ഊറ്റിട്ടല്ലേ. എവിടെ ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ. അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ? കദ്ദിന